വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമിംഗ് ആറാസ് ബാക്ക് ഗെയിം ഗെയിംസ് നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിമായിട്ട്. ഈ ഗെയിമിൻ്റെ പേരാണ് ഭയങ്കര ഓടിയെന്ന് നിങ്ങൾക്ക് ഞാൻ കണ്ടാവുന്ന കൂടെ ഗെയിമിൽ ഓടിയാൻ കുറച്ച് കുറച്ചതാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ പുതിയൊരു ഗെയിമാണ്. പക്ഷേ അത് ചെറിയൊരു ഇത് കളിച്ച് നോക്കി ഗൈസ്. ഈ ഗെയിം എന്താണെന്ന് അറിയാം, ഒരു കളിച്ച് നോക്കി. നമ്മൾ ഇതൊരു ഗെയിമിൻ്റെ പേര് 99 നൈറ്റ്സ് ഇൻ ദി ഫോറസ്റ്റ് എന്നാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഈ ഗെയിം കളിക്കാനുള്ളൂ യൂട്യൂബറായിട്ട്. ബാക്കി എല്ലാവരും ഇത് ഗെയിം കളിച്ചവരാണ്. ഇതിൽ ഒരു ഡിയർ ഉണ്ട്, മറ്റേ മനുഷ്യനൊപ്പം നടക്കണം വലിയ പൊക്കമുള്ളൊരു ഡിയർ ഉണ്ട്. ഒരു ഡിയർ ഇവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട്, വലിയൊരു ഡിയർ ഉണ്ട്. പിന്നെ ഒരു 4 പിള്ളേരെ മിസ്സിങ് ആയി. ഒരു കാട്ടിൽ 4 പിള്ളേരെ മിസ്സിങ്. ഞാൻ അതിനകത്ത് 29 ഡേയ്സ് സർവൈവ് ചെയ്തു. പറഞ്ഞു വരുന്നത് അതാണ്. ഇതിൽ 4 പിള്ളേരെ നമ്മൾ രക്ഷിക്കണം. ഒരു ഡിയർ ഉണ്ട്, ആ ഡിയറിന് നമ്മൾ രാത്രി വെളിയിറങ്ങാൻ പറ്റില്ല. നമുക്കൊരു ഇതെന്തൊരു ഓപ്പൺ പ്രസന്റ് നോക്കട്ടെ. ഓ എന്തോ കിട്ടി. അയ്യോ, എല്ലാരും എടുത്തോണ്ട് പോയത് 55 ക്യാൻഡി. ഇതെവിടെയാ കൊടുക്കണ്ടേ? എനിക്കൊരു മിനിറ്റ് നോക്കട്ടെ. 55 ക്യാൻഡി കിട്ടിയല്ലോ. അൺലോക്ക് നൗ. ഓ ഇത് 1000 ഡയമണ്ട് കൊടുക്കണമെന്ന്. എക്സിറ്റ് അതല്ല വേറെന്താന്ന് പറയുന്നല്ലോ. ക്യാൻഡിയുടെ എനിക്കൊരു 55 ക്യാൻഡി കിട്ടി. ഒരു എക്സിറ്റ്. ഈ 55 ക്യാൻഡി എവിടെ കൊടുക്കുക? ആ ഇവിടെ ക്രിസ്മസ് ക്യാൻഡി കൊടുക്കുക. ഓ നോ, 55 ക്യാൻഡി ഉണ്ട്. എന്താ എടുക്കുക? കുറവാണ് ഇതില്. ഞാൻ ഇതങ്ങ് എടുക്കാൻ പോവാ. അതങ്ങ് എടുത്ത് ഇപ്പൊ 25 എണ്ണേ ഉള്ളു. അത് കേട്ടാ. ഓ, നമ്മുടെ തലയെ മറ്റവൻ്റെ ഇത് വന്നു കേട്ടാ. സെറ്റായി. ആ, ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഗെയിമിലേക്ക് കളഞ്ഞിട്ട് വേണം ഇതൊക്കെ പറയാൻ. എനിക്ക് ഒരു മിനിറ്റ്. വേറെന്തോണ്ട് വീക്ക് 1 വീക്ക് 2 ഇതൊന്നും ഞാൻ നോക്കിയില്ലായിരുന്നു ഗൈസ്. വീക്ക് 1 ഒന്ന് കയറി നോക്കാം. ഓ ഗൈസ്, വീക്ക് 1 ആണ്. എന്തോ നടക്കുന്നുണ്ട് കേട്ടാ. ഓ, ഇത് മറ്റേ ഈ സാന്റാക്ലോസിന്റെ മറ്റേ ഏതോ ഒരു ടീമില്ലേ സാന്റാക്ലോസിന്റെ. കറക്റ്റായിട്ട് അറിയില്ല. ഇത് വേണ്ടടാ. ഇതാണ് ജീവി കേട്ടാ. ഇതാണ് ജീവി. അവരെല്ലാം കൊന്നു നന്നതാണ്. ഒരുത്തൻ കിടക്കുന്നു. ഇവരാണ്. അല്ല, ഞാൻ ചിൽഡ്രനെ എസ്കേപ്പ് ചെയ്യുന്ന ചിൽഡ്രൻ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവരാണോ ചിൽഡ്രൻ? ഓ, ഇവരെയാണെന്ന് തോന്നുന്നു നമ്മൾ രസിക്കണ്ടേ. നമ്മൾ അടുത്ത വീക്ക് 2 നോക്കാം. വീക്ക് 2-ൽ ഇവര് ഇവരെല്ലാം ഇങ്ങനെ സ്റ്റേജിലായിരുന്നു. വീക്ക് 2-ൽ ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ആ ജീവി എങ്ങനെയാ വരണേ? ജീവി. ഓ, ഇവര് മരത്തിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാണ്. നമ്മളെ 50 ഡയമണ്ട് ഉണ്ട്. ഇവരെല്ലാം അലറിക്കൊണ്ട് ഓടി കേട്ടാ. ആ ലൈറ്റ് അവിടെ കടന്ന് മറ്റേ ജീവി വന്നപ്പോ. ഓ, ആ ജീവി ആ ലൈറ്റ് എടുത്ത് എന്തോ നോക്കുവാണെന്ന് തോന്നുന്നു. എന്തോ നോക്കുക. അടുത്തെറിഞ്ഞ് ഹെൽപ്പ് ഫൈൻഡ് ദ ക്രിസ്മസ് ലൈറ്റ്.
ക്രിസ്മസ് ലൈറ്റ് കണ്ടുപിടിക്കണം ഈ ഒരു ഇതിൽ. വേൾഡ് 2 വീക്ക് 2-ൽ നമ്മൾ ക്രിസ്മസ് ലൈറ്റ് കണ്ടുപിടിക്കണം. വീക്ക് 3 കയറി നോക്കാം. എല്ലാം കയറി നോക്കണമല്ലോ, ഇതാണല്ലോ എൻ്റെ ഒരു സ്ഥിതി. ഓക്കെ വീക്ക് 3-ൽ ഇവർ ഇതുപോലുള്ള സ്ഥലത്താണ്. ഇവരെല്ലാം ഇതുപോലെ വീട്ടിൽ കയറി നോക്കുകയാണ്. വീടിനുള്ളിൽ എന്തോ നടക്കുന്നുണ്ട് ഗൈസ്. ആ നിഗൂഢമായ രാത്രിയിൽ അവർ ആ വീട്ടിലേക്ക് കയറി പോവാണ്. അവിടെ ആരോ നിൽക്കുന്നു. ആരത്? ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട് കേട്ടാ. ഫേക്ക് സാന്റ ഫ്രം വർക്ക്ഷോപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ കയറ്. അവൻ ക്രിയേറ്റ് ചെയ്യട്ടെ, ഞാൻ ക്രിയേറ്റ് ചെയ്യാം. 5 വെച്ച് ക്രിയേറ്റ് ചെയ്ത് കയറ്. എല്ലാരും കയറിക്കോ. ഇവനൊക്കെ 28 സർവൈവ് ചെയ്തു. നമ്മൾ 29 നമ്മക്കുണ്ടാ പേടി. 5 പേര് കയറി. അങ്ങനെ നമ്മൾ പിന്നെയും ഗെയിമിലേക്ക് കിടക്കുകയാണ്. നോക്കാം. സർവൈവ് 99 നൈറ്റ്സ്. പുറകെ സ്ക്രീനൊക്കെ ഇല്ലേടാ. നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെയാണ് ഗൈസ്. നമ്മുടെ വീഡിയോ കേട്ടാ. അത്രേ ഉള്ളൂ. സെറ്റാണ്. നമുക്ക് വേണമെങ്കിൽ ടി വിയിലും കളിക്കാട്ടോ. കളിക്കാൻ സെറ്റാക്കാം. ടി വിയിൽ കീബോർഡ് കണക്ട് ചെയ്താൽ വേണമെങ്കിൽ കളിക്കാം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കളിക്കാം. പക്ഷെ എനിക്ക് കീബോർഡ് കളിക്കാൻ ചെറുതായിട്ട് അറിയില്ല കേട്ടാ. അത് പെട്ടെന്ന് കളിക്കേണ്ടതായതുകൊണ്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മൊബൈലിൽ ഈ റിസ്ക് എടുത്തിട്ട് ക്യാമറ ഒക്കെ കണക്ട് ചെയ്തിട്ട് മൈക്കെല്ലാം കണക്ട് ചെയ്ത് സെറ്റാക്കിയേക്കണം. ഇതെന്നാടാ? LED ഒക്കെ വെച്ച ലൈറ്റ് ഉണ്ടാ? അല്ല, മരം ഉണ്ടാ? ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വെട്ടണം. നമ്മൾ ഈ മരം ഇങ്ങനെ വെട്ടിക്കോ. എടുക്കടിക്ക്. മരമൊക്കെ സ്റ്റോർ ചെയ്തോ. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ മരം കൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയറിൽ ഇടണം. ഇവന്മാരെ ഓൾറെഡി ലെവൽ റീച്ച്ഡ് ഫയർ റീച്ച്ഡ് 100% ആക്കി. 100% ആക്കുമ്പോൾ മാപ്പ് ബിഗ് ആവും. അഞ്ചായില്ലേ? ഈ ലൈറ്റ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? ക്രിസ്മസ് ലൈറ്റ് ഇത് ടേക്ക് ചെയ്യാൻ പറ്റൂലോ. അതേ എൻ്റെ ആയിരിക്കണം ക്രിസ്മസ് ലൈറ്റ്. ഇത് കണ്ട, നമ്മൾ ഇതേണ്ട ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. ഇത് തീർന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഫയർ തീർന്നു കഴിഞ്ഞാൽ അവൻ വന്ന് പിടിക്കും നമ്മളെ. കിട്ടിയടാ, ബാൻഡേഡ് കിട്ടി. നമ്മൾ കുറഞ്ഞെടുത്ത് കൈ പിടിക്കാം. ഇത് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ വന്ന് പിടിക്കും. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ വെളിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അവൻ നമ്മളെ പിടിക്കും. പിന്നെ ഫുഡ് ഉണ്ട് നമുക്കിവിടെ. ഹെൽത്തും തീരും. നമ്മൾ ഇവിടെ സർവൈവ് ചെയ്യണം. അതാണ് നമ്മുടെ 99 നൈറ്റ് സർവൈവ് ചെയ്യണം. പിന്നെ 4 കിഡിനെ നമ്മൾ രക്ഷിക്കണം. ഇതേ ഒരു ജീവി അല്ലല്ലോ ഇത്. ഇവിടെ വേറൊരുത്തനും ഇവിടെ പെട്ട് കിടക്കുന്നുണ്ട്. ഒരുത്തൻ ചത്ത് എന്നാണ് പറയണത്. അയ്യോ, ഇതിൻ്റെ ഒരു ഗ്ലിച്ചാണ്. അതുമല്ലോ എവിടെയാണ് ചത്തത്? അവിടെയാണ്. എന്താണ് മീന്നൊക്കെ സൗണ്ടൊക്കെ കേൾക്കണം. ഇവർ അറിഞ്ഞൂടാ മീനിൻ്റെ സൗണ്ട്. അതാ കൊന്നടാ, ചാടാ, പട്ടീനൊക്കെ കൊന്ന്. ഇവന് ബാൻഡേജ് ഉണ്ടാ? എന്നാൽ ഇവൻ്റെ ബാൻഡേജ് എൻ്റെ അടുത്ത് അന്വേഷിക്കാം. നമ്മുടെ ബാൻഡേജ് വെറുതെ തീർക്കണ്ടല്ല. എന്തായാലും ഇതൊക്കെ കളക്ട് ചെയ്തോ. ഫുഡിൻ്റെ ഒക്കെ ആവശ്യം വരും. ഇവനൊന്നും ഫുഡിൻ്റെ വില അറിയില്ല അല്ലേ? നമുക്ക് മാത്രമേ അറിയുള്ളൂ ഫുഡിൻ്റെ വില. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. കണ്ട, നൈറ്റ് ആയി കഴിഞ്ഞാൽ പണിയാ. നൈറ്റ് ആയി കഴിഞ്ഞാൽ വെളിയിലിറങ്ങാൻ പാടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഫസ്റ്റ് നൈറ്റ് കുഴപ്പമില്ലെന്നൊക്കെയാണ് എല്ലാവരും പറയണത്. ഇതെന്താ, എനിക്ക് ഭയങ്കര ഗ്ലിച്ചാണല്ലോ. ലെവൽ 2 മാപ്പ് കഴിഞ്ഞ് ലെവൽ 3 ആക്കണം ഇനി മാപ്പ്. എന്നാലേ കാര്യമുള്ളൂ. രാത്രി ഫസ്റ്റ് നൈറ്റ് കുഴപ്പമില്ലെന്നാണ് പറയണത്. കുഴപ്പമുണ്ടായില്ലെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പം തന്നെ വീഡിയോ എൻ്റെ ആവും. എപ്പോൾ ചാവുന്നോ അത്ര നേരം നമ്മുടെ വീഡിയോ ഉണ്ടാവും. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ലെവൽ ഫയർ റീച്ച് 100%ആയി. മാപ്പ് ബിഗറായി. മറ്റേ
ജീവി പിടിക്കുമെന്ന് അറിയത്തില്ല, നോക്കാം. അതിനൊന്ന് കാണണം. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ ഒരു കണ്ണ് കണ്ടോ നിങ്ങൾ? കണ്ണ് കണ്ടോ? അവിടെ ഒരു കണ്ണ് കണ്ടായിരുന്നു ഗൈസ്. ഞാൻ കണ്ടു, എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല. മാപ്പൊക്കെ ഉണ്ട്. ഓ, ഇവിടെ ഒരു എവിളുണ്ട്. എവിൾ ആ, അതേ കിടക്കണം. മീ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണം. ഇവിടെ നിന്നെയൊക്കെ എന്നാ ചെയ്യണ്ടേ? മീയാൻ്റെ ഇവിടെ ഇവനെ ആളങ്ങടെ ഇറക്കാം. അവിടെ നാട്ടങ്ങടെ ഇറക്കാം. താഴെ പോയാ അവിടെ ചെസ്റ്റ് ഉണ്ടായിരുന്നു. ചെസ്റ്റ് കാണും കേട്ടോ. ഇങ്ങനെയുള്ള വീട്ടിലൊക്കെ കയറുമ്പോൾ ചെസ്റ്റ് കാണും. ചെസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കയറാൻ പറ്റാത്ത ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക്. ലെവൽ 3 അപ്ഗ്രേഡ് അറൗണ്ട് ദ മാപ്പ് എന്നുവെച്ചാൽ മനസ്സിലായില്ല. ഞങ്ങളുടെ ജസ്റ്റ് സ്പിയർ കണ്ട. ചെസ്റ്റ് വർക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. ഈ സ്പിയറിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? ഇതിന് പെട്ടെന്ന് അടിച്ച് ഇവനൊക്കെ എന്ത് ചെയ്യാൻ മീൻ കറിയുന്നോളാം. നീ കടാണ് പെട്ടെന്ന് ചാവും. ഇനി നമുക്ക് ഗുഡ് സ്റ്റാക്ക് കിട്ടും. ഇങ്ങനെ ചെസ്റ്റൊക്കെ തുറക്കുമ്പോഴാണ് ഇതൊക്കെ കിട്ടുക. അതുകൊണ്ട് അവിടെ എന്തോ ഒരു ഇവിടെ ചൂണ്ട കിട്ടാനുള്ള ഏരിയ ഉണ്ട് അവിടെ. അല്ല, ഈ ക്രിസ്മസ് ലൈറ്റ് എന്തിനാ? എവിടെയെങ്കിലും ഡെക്കറേറ്റ് ചെയ്തിടാനാണോ? ഓ, ഗുഡ് ആക്സ് കിട്ടി. ഗുഡ് ആക്സ് ഇവിടെ ഇടാം. ക്രിസ്മസ് ലൈറ്റ് ഇവിടെ ഇട്ടോ. ഇടാൻ പറ്റില്ല. ഇവിടെയുള്ള ചൂണ്ടയൊക്കെ എടുക്കാൻ കേട്ടോ നമുക്ക്. ഇനി നിങ്ങൾക്കറിയാലോ, ഞാൻ കുറച്ച് മുമ്പ് കളിച്ച് നോക്കിയെന്ന് പറഞ്ഞായിരുന്നു. യു ആർ ഹംഗ്രി. ഞാനിപ്പം മരിക്കാം കേട്ടാ. 2-3 മീനെയൊക്കെ പിടിക്കാം. എന്നിട്ട് മരിക്കാം. നല്ലൊരു രസമുള്ളൂ. ഇങ്ങനെ നമുക്ക് മീനെ പിടിക്കാനൊക്കെ പറ്റും. ഇങ്ങനെ തന്നെ ഗൈസ് മീനെ പിടിക്കാനൊക്കെ പറ്റും ഗൈസ്. അപ്പം നമുക്ക് ഇതുണ്ട്. എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. അയ്യോ, ചത്തില്ല കേട്ടാ. ഭാഗ്യം. ഞാൻ വെച്ച് ചത്തുന്ന്. എടാ മക്കളെ, ഞാനിപ്പോൾ ചാവൂടാ. ഇതെടുത്ത് വീട്ടിൽ പോയി കരിക്ക്. യു ആർ ഹംഗ്രി. പിന്നെയും പറഞ്ഞു ചേട്ടാ. ഞാൻ ചത്തു ചേട്ടാ. ആരും പേടിക്കണ്ട. എനിക്ക് മാത്രമേ പിടിക്കാൻ അറിയുള്ളൂ. നിനക്കൊന്നും പിടിക്കാതെ ചത്തേട്ടാ. ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നില്ലേ കാര്യമില്ല. അവനെ പിടിക്കാട്ടാ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പിടിക്കണം മീനൊക്കെ. ഞങ്ങളിപ്പോൾ ചാവും. പക്ഷേ ഒരുമിച്ചാണ് ഞങ്ങൾ ചാവാൻ പോണത്. അയ്യോ, നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഒരുമിച്ചല്ല, ഇപ്പം തന്നെ ചാവും. മീനൊക്കെ കളക്ട് ചെയ്തിട്ട് ഓടിക്കോടാ. ഞാൻ എല്ലാത്തിനും സ്റ്റോർ ചെയ്തിട്ട് ഓടിക്കാം. ഒരെണ്ണം ഉണ്ട്. നീ വേണം എടുത്തോ. ഇവനൊക്കെ ഡിസ്കോഡ് ഉണ്ടാവുമോ? അവിടെയൊക്കെ സംസാരിക്കായിരുന്നു. ഇവനോടൊക്കെ സംസാരിച്ചുകൊണ്ട് കളിക്കായിരുന്നു. നമുക്കിത് വേണമെങ്കിൽ മൾട്ടിപ്ലെയർ കളിക്കാട്ടാ. സെറ്റാക്കാം. ഇത് മൾട്ടിപ്ലെയർ കളിക്കണ ഗെയിമാണ്. നമുക്കിനി മൾട്ടിപ്ലെയർ കളിക്കാം. സെറ്റാക്കാം ഗൈസ്. നമുക്ക് സെറ്റാക്കാം. സംബർ ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ്. മറ്റേ ജീവി വന്ന് വയസ്സ് ഒരു വാണം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വാണം. ഇവിടെ ഒരു കമോൺ ഇവിടെ ഒന്ന് എത്തി നോക്കുക ഇരിക്കുമായിരുന്നു. അയ്യോ, ചത്ത് കേടാ ഞാൻ. അയ്യോ ഗൈസ്, ചത്തില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ഹെൽത്തൊക്കെ തീരും. ചട അയ്യേ, ഇവിടെ നമ്മളൊന്നും ചെയ്യില്ലേ? നമ്മളൊന്നും ചെയ്യത്തില്ല. ഇവിടെ നിന്ന് മരം പെട്ടാലോ. മരം പെട്ടാം. അങ്ങനെ നമ്മൾ പേടിച്ച് ഓടിപ്പിച്ച് വിട്ട്. സെറ്റാണ്. ആരും പേടിക്കണ്ട.
ഗൈസ് ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട ഗൈസ്. നമുക്കിപ്പോൾ സെറ്റാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും നമ്മളെന്തിനും ഇങ്ങനെയൊക്കെ താഴോട്ടാക്കണേന്ന്. അതൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇപ്പം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാം. 3 ഡേ 3 99 ദിവസം സർവൈവ് ചെയ്യണം. നടക്കണ കാര്യമാണ്. അവിടെ എന്തോ ഉണ്ടല്ലോ, അവിടെ എന്തോ ഉണ്ട്. ഇതല്ലേ ഗൈസ് മറ്റേ ഗിഫ്റ്റ്. ഇതിൻ്റെ അതൊന്നും മറ്റേ നമുക്ക് അന്ന് നേരത്തെ ഓർക്കുന്നുണ്ടായിരുന്നു കിട്ടിയത്. അല്ല ഇത് വേറെ സാധനമാണല്ലോ. എല്ലാം ടേക്ക് കൊടുത്തേക്ക്, ആർക്കും കൊടുക്കണ്ട. സ്റ്റോർ കൊടുത്ത് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവരും എടുത്തുകൊണ്ട് പോകും. ഇത് സ്റ്റോർ കൊടുക്കാൻ പറ്റും. യു ആർ ഹങ്കറി. ചത്ത് ഈ ഹങ്കർ ലെവലിനെയൊക്കെ കൊണ്ട് വല്ലാതെ കഷ്ടമായിട്ടാണ്. എല്ലാം തിന്നാൻ കിട്ടുമോ? തിന്നാൻ അതെ തിന്നാൻ ആൾ വന്നിട്ടുണ്ട്. എന്നാ മോനെ തിന്നാൻ എടുത്തോ. കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. കഴിച്ചില്ലേ എടുത്തു പോകും ഗൈസ്. ഇപ്പോഴേ പറയുക, നമ്മൾ കരിച്ചല്ലല്ലോ ഇത്, വറുത്ത് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ എടുത്തു പോവും. എൻ്റെ ടി വി നശിപ്പിച്ചോടാ. നശിപ്പിക്കുന്നൊന്നുമില്ല. കിട്ടി ആമ കിട്ടി. ഇല്ല റിവോൾവർ അല്ല, റിവോൾവർ കിട്ടില്ല. അപ്പം ആമയാ കിട്ടി. അടുത്ത സാധനം കിട്ടി. അയ്യോ ഇത് കേട്ടട ഇങ്ങോട്ട്. ഫുൾ കരിക്കാനുള്ള സാധനം ഫുൾ. ഇതെന്താണ് ലാഗ്? എല്ലാ ജീവിയും ഉണ്ട് ഈ ലോകത്തുള്ള. ഇവരെയൊക്കെ കൊന്നിട്ട് കുറച്ച് ഇറച്ചി എടുക്കാം. അയ്യോ കൂട്ടാക്രമണം, അയ്യോ കൂട്ടാക്രമണം, അയ്യോ ചത്ത്. ചത്ത് കേട്ടാ, ചത്ത്. അയ്യോ ചത്ത്. ഇനി ആരെങ്കിലും തൊട്ടാ ഞാൻ ചാവും. ഞാൻ ആരെങ്കിലും ഒന്ന് തൊട്ടാ ചാവും ഞാൻ. അയ്യോ ഞാൻ വെച്ച് പട്ടിയായിരിക്കും ഓടി വരുന്നത്. അറിയാൻ പട്ടിയല്ലാത്തതുകൊണ്ട് ഇവിടെ ചെസ്റ്റ് ഉണ്ടല്ലോ. 90s അപ്രോച്ച്. ഇപ്പം ഞാൻ ചാവാൻ പോവാണ്. ചാവുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ടോർച്ച് കിട്ടി. അപ്പം ഇച്ചിരി എങ്ങനെ ചാവൽ കുറയ്ക്കാം. അവിടെ ഒരു വലിയ പ്രസൻറ്റ്. പ്രസൻറ്റ് തുറക്കണം കേട്ടാ. എല്ലാ ജീവികളും ചെന്ന് തുറക്കും. അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം. അല്ല ആ പ്രസൻറ്റിൻ്റെ ഇടത്തോട്ട് വേറെ ആരെല്ലാം പോയാൽ ആളെ ഞാൻ സുട്ടിടുവേ. ഓക്കെ സംവെയർ ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ്. ഇതാണ് ആ കിഡ്. ഇത്ര കിഡിനെയൊക്കെ ഇങ്ങനൊരു ഏരിയയിലാണ് ഇരിക്കുന്നത് കിഡ്. രസിക്കാട്ടെ കിഡിനെയൊക്കെ നമുക്ക് ഒരു പേടിയില്ല. ഒരു പേടിയുള്ള കാര്യമല്ല. നീ എൻ്റെ ടി വി നശിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. അറിയാതെ തല ഇടിക്കുന്നതാണ് ഞാൻ. എന്നിട്ട് കാണാനില്ലേ? ഇത് ഇങ്ങനെയാണല്ലേ എടുക്കുക. മിസ്റ്റീരിയസ് ഫ്ലൈയിങ് എബോവ് യു. അയ്യോ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ലാഗായ. അയ്യോ ലാഗായി. ആണെന്ന് അറിയത്തില്ല. ലാഗായി. മിസ്സിംഗ് ചിൽഡ്രനെ റെസ്ക്യൂ ചെയ്തു. എടാ ദേണ്ടാ കില്ലാടികളെ. അവിടെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് മാറിക്ക നോക്കടാ. കണ്ണാട കണ്ണാടിയൊക്കെ വെച്ച് സേവ് ചെയ്തൊരു കണ്ണാടിയൊക്കെ വെച്ചാണ്. കില്ലാടികള്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറി കിടന്ന് ഉറങ്ങട്ടെ. ശരി നീ പോയിട്ട് പിന്നെ വരാൻ. അതാണ്ട പിന്നെ വരാം. പെട്ടെന്ന് വിടാതെ എടുത്തില്ലേ പണിയാ. പെട്ടെന്ന് എടുത്തോ. ഓപ്പൺ പ്രസൻറ്റ്.
കിട്ടി കിട്ടി കിട്ടി. അവിടെ തേങ്ങ കിട്ടി. എന്തോ തേങ്ങയും മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. എടുക്ക് എല്ലാം എടുക്ക്. ഇതല്ലെങ്കിൽ പിന്നെ ലെഫ്റ്റായി പോകും മറ്റേതുപോലെ. ഇത് എടുക്കടാ. ഇതെന്തിന് കളി എടുക്കട. ഹൈ എടുക്കണമല്ലോ ഇവൻ ആര് എവിടാ? എന്തോ മെയിൻ സാക്ക് കിട്ടിയെന്നാ തോന്നണേ. എടുക്കടാ അത്. എടോ 20 എണ്ണ. ഓ അത് പൊളിച്ച് 20 എണ്ണം കളക്ട് സാക്ക് കിട്ടി. പിന്നെ യു ആർ ഹംഗ്രി. ആരെയാ പേടിക്കണ്ടേന്ന് പറയാൻ വരുമായിരുന്നു. ഇപ്പം ഇനിയല്ലേ പേടിക്കണ്ടേ. സ്ട്രോബെറി എല്ലാം പറിച്ച് തിന്നോ അല്ലെങ്കിൽ ചത്ത് എന്ന് തോന്നുന്നു. മീറ്റ്. ഈ ഇറച്ചിയാണ്. ഇതാണ് തീ കത്തുന്നത് ഇതിൻ്റെ അകത്ത്. ഓരോ സാധനം ഇടുമ്പോൾ തീ കത്തുമോ ഇതിൻ്റെ അകത്ത്? ഇവിടെ ജസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മൾ. തിരിച്ചിറങ്ങി വന്നേ. ഓരോ സാധനം ഇതിനകത്ത് കയറുമ്പോൾ തീ കത്തും. വേണ്ട ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇതുപോലെ ഏരിയയിലായിരുന്നു. ഇവിടെ നിന്നാണ് അവർ കിടിനെ സേവ് ചെയ്തത്. എന്താ സൗണ്ട്? ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട്. റിവോൾവർ. അങ്ങനെ ഒടുവിൽ റിവോൾവർ കിട്ടി. നമുക്കുള്ള പേടി ഇനി നമ്മൾ ആരെയെ പേടിക്കണേ? അതേട്ടാ ഇവിടെ എന്തോ ആരോമാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ അത്? എന്താ ഇത്? അങ്ങോട്ട് പോകണമെന്നാണ് കൊടുത്തേക്കണം. പക്ഷെ ആ ലെവൽ ഞാൻ ചത്ത് കേട്ടാ. ഇവന്മാർ അയ്യോ സ്റ്റോറി അല്ല 80. കുറച്ചേലും ഒരു പട്ടീനെ കൊന്നേ. പട്ടിയോടെ ആവശ്യത്തിനോടൊരു പട്ടിയും ഇല്ല. അല്ലെങ്കിൽ വേണ്ട വല്ല ഗുഹയിൽ നിന്ന് കയറിയിട്ട് കുറേ സാധനങ്ങൾ കിട്ടി. ഒന്നാ ഹെൽത്ത് ഇല്ല. അപ്പോഴാ കേവിൽ കയറിയിട്ട് ചത്ത് കഴിഞ്ഞാൽ നോക്കാം. ഹെൽത്ത് കയറ്റട്ടെ. ഇന്ന് ചത്ത് എന്നാ പറയണ അവര്. പട്ടീനെ കണ്ട് ഇടിച്ചോ കൊന്നു. പട്ടീനെ കൊന്നു. എടുക്കടാ. ഇതാണ് ബാഗ് ചെയ്തേ. ഈറ്റ് ചെയ്തോ എല്ലാം. നല്ല പച്ചക്ക് അങ്ങ് നിന്ന് പച്ച മാംസം കഴിച്ച് ജീവിക്കാം. ഓടിക്കോ. രാത്രി ആയിട്ടുണ്ട്. ചത്തിട്ടുണ്ട്. അയ്യോ എന്നെ ജീവി പിടിച്ചെന്നാ പറയണേ. ഫ്ലാഷ് ലൈറ്റ്. മോനെ ഫ്ലാഷ് ലൈറ്റ് രക്ഷകൻ. ഓടിക്കോ. എന്തോ മണിയും കൊട്ടിയൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. മറ്റേ ജീവി അടിയറാ. വീട്ടിൽ പോടാ. നീ ഇപ്പോഴേക്കും പേടിച്ചാ? കാരണം അവനൊക്കെ നമ്മളെ പേടിയാ ഭയങ്കര. അയ്യോ ജീവി. ഇവനാണ് കളട്ടിസ്റ്റ്. കൊന്നു. ഇവനെ കൊല്ലു. അയ്യോ ഞാൻ ചത്ത് പറഞ്ഞാൽ ഗൈസ് ആരും പഠിക്കണം. നമ്മളിപ്പോൾ ചാവുന്നതായിരിക്കും അവസാന ശ്വാസത്തിൽ. ധീരനായി സൂരനായി അസുരനായി. കണ്ടാ ഹെൽത്ത് നോക്ക് നിങ്ങള് എങ്ങനെയുണ്ട്. ലാസ്റ്റ് അവസാന നിമിഷത്തിൽ നമ്മൾ പതറിയില്ല. അയ്യോ എല്ലായിടത്ത് സ്റ്റോർ ചെയ്തോ എൻ്റെ പൊന്നെ. അവന്മാരുടെ അടുത്ത് തിന്നുക എല്ലാം. പെണ്ണുമ്പുള്ള അടുത്ത് തിന്നുക. നമുക്ക് കിട്ടത്തില്ല. ഭാഗ്യട്ടാ ആരും പേടിയാ. നമ്മുടെ ഹെൽത്ത് ഫുള്ളായി. ഇനി ഈ സാധനം എടുത്ത് ഡ്രോപ്പ് ചെയ്തോ. എല്ലാം ഡ്രോപ്പ് ചെയ്തോ. ലെവൽ 4 ആയി മാപ്പ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ധൈര്യത്തിൽ പോവാം. ഈ മാപ്പിൽ ഇവിടെ ഒരു പ്രസന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവിടെ അല്ല ഈ ഏരിയയിലല്ല. അപ്പം ഈ ഒരു ഏരിയയിലെ കണ്ട് ഞാനൊരു വലിയൊരു ബംഗ്ലാവ് കണ്ടായിരുന്നു. എവിടെയാണെന്ന് അറിയില്ല. ഈ ഒരു ഏരിയയിലെ കണ്ട് ഇവിടെ തന്നെ ഒരു ബംഗ്ലാവ്. ഈ ബംഗ്ലാവ് എന്തിനുള്ളതാണ്? ഒരടിയില്ലടാ.
പക്ഷേ ആരെ വെടി വെക്കായിരുന്നല്ലേ. സ്റ്റോറി ഉണ്ട്. എത്ര ബുള്ളറ്റ് ഉണ്ട്? 18 18 കൂടുതലുണ്ട്. എൻ്റെ കയ്യിൽ എന്തോ കാണിച്ചുല്ലോടാ, ക്രിസ്മസ് ട്രീ. ഓ ഇത് അല്ലല്ലോ, ഡെക്കറേറ്റ് കണ്ട 1 മറ്റേ വടി. ആടെ മക്കളെ കിട്ടിയടാ, കിട്ടി. ഐഡിയ കിട്ടി. ഡെക്കറേറ്റ്. ഈ മരത്തിനും ഡെക്കറേറ്റ് ഇല്ല. ഇല്ല, ഈ മരത്തിനുണ്ട് ഡെക്കറേറ്റ്. 2/12 എല്ലാത്തിനും ഡെക്കറേറ്റ് ചെയ്യണം. അങ്കർ ലെവലൊക്കെ എത്ര ഉണ്ട്? ഇവിടെ മാമത്ത് കൊന്നാലേ മാമത്തിനെ. അയ്യോ ഇവിടെ കുത്തും. അയ്യോ ചത്ത് കേട്ടാ, ഞാൻ ചത്ത് കേട്ടാ. മാമത്ത് അവിടെ കുടുങ്ങി. നല്ല പ്ലാൻ. അയ്യോ പ്ലാൻ ചത്ത്. അയ്യോ ചത്തി. ഓടോ ചത്ത്. എനിക്ക് ചാവാൻ വയ്യ. ചത്തേടാ. എടാ മാമത്ത് കുത്തി മരിച്ചടാ. മാമത്ത് ഏതാ മാമത്ത്? രക്ഷപ്പെടുത്താൻ വള എല്ലാം കൂടെ ഇളകി വരും. പട ഉണ്ട് അതിന്. വേണ്ട വരുന്നുണ്ട്. ഒരുത്തനൂടെ ഉള്ളു കേട്ടാ. അവൻ വരുന്നുണ്ട്. അയ്യോ മാമ തന്നെ ചവിട്ടിക്കൊണ്ട് പോകുന്ന. വേണമെങ്കിൽ പോയി രക്ഷപ്പെടുത്തലാന്ന് പറഞ്ഞ തട്ടി പറയുന്നത്. പെട്ടെന്ന് വാട ഇങ്ങോട്ട് വാങ്ങും, കുഴപ്പമില്ല. അവനാണ് അവിടെ നിൽക്കണം. രക്ഷപ്പെടുത്തുള്ള വരെ വല്ലേ. വേണമെങ്കിൽ വന്ന് രക്ഷപ്പെടുത്തിട്ട് പോ. നമുക്കുണ്ടാകും, നമുക്കൊരാവശ്യമില്ലെന്ന്. വേണമെങ്കിൽ വന്ന് രക്ഷപ്പെടുത്തിട്ട് പോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരും. ഇത് മാമത്തനെ കൊല്ലാൻ നടക്കുന്ന അടുത്ത് മണ്ടത്തരല്ലേ കാണിക്കുന്ന, തോക്കും ചൂണ്ടിക്കൊണ്ട്. ചത്തേട്ടാ. അപ്പം ഗെയിമിയോട് എൻ്റെ ആവുന്ന നീ കേസ ഏതാണ് നിമിഷത്തിനുള്ളിൽ എൻ്റെ മണ്ടത്തര കാണിക്കുന്നത്. അതാണ്ട് പോണു. എൻ്റെ സെയിം മണ്ടത്തരം കണ്ട പോയി എന്ന് തോന്നുന്നു. ചത്തി പേടിക്കണ്ട. ക്യാമ്പ് ഫയർ ചെന്ന് Day 7 ആയിട്ടേ ഉള്ളൂ. സോ ഗൈസ് എന്തായാലും ചത്തിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ ഗൈസ്. നമ്മൾ ഇനി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോയാളും ചാവും ഇപ്പം മിക്കവാറും പാമ്പത്ത് കുത്തി. എന്തായാലും ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്.